നേപ്പാളിൽ വിമാനം തകർന്ന് 18 മരണം. അപകടം കാഠ്മണ്ഡുവിന് അടുത്ത് ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ ക്യാപ്റ്റന് ഗുരുതര പരിക്ക്. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥരെതിരെ നടപടിയുമായി തിരുവനന്തപുരം നഗരസഭ. തോടിന്റെ ചുമതലയുണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. നടപടി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്. മാലിന്യ നീക്കത്തിന് റെയിൽവേ സഹകരണം അറിയിച്ചെന്ന് മന്ത്രി MP രാജേഷ്. നമസ്കാരം. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ നാളെ നിർണായക ദിവസമാണ്. അർജുനെ പുഴയിൽ നിന്ന് കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മേഖലയിലേക്ക് വലിയ ഡ്രോണുകൾ അടക്കമുള്ള കൂടുതൽ സന്നാഹങ്ങൾ നാളെ രാവിലെയോടെ എത്തിക്കും. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വാഹനം ഗംഗാവലി നദിയിൽ തലകീഴായി മറിഞ്ഞ നിലയിലാണ് ഉള്ളതെന്നാണ് നിഗമനം. റോഷ്നി, ഏറെ നിർണായകമായ ഒരു ലീഡ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്നിപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. ഡിഫൻസ് PRO പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചെരിഞ്ഞു കിടക്കുകയാണ് ഈ ട്രക്ക്. ഏറെ ശ്രമകരമായൊരു ദൗത്യമായിരിക്കും. കാരണം ഈ പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. ഇന്ന് തന്നെ കനത്ത മഴ പെയ്ത സമയത്ത് ഈ സ്കൂബ ഡൈവേഴ്സിനൊക്കെ തിരിച്ചു കയറേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും നാളെ രാവിലെ ഏറെ നിർണായകമാണ്. 9:30 തന്നെ ദൗത്യം ഏതായാലും അതിന്റെ ഫുൾ സ്വിംഗിലാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. 9 ദിവസം എന്ന് പറയുന്നത് നിർണായകം തന്നെയായിരുന്നു. പക്ഷേ നാളെ അതീവ നിർണായകം ഘട്ടത്തിലേക്കാണ് ഈ ഒരു രക്ഷാദൗത്യം കടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ട്രക്ക് അതിന്റെ അടുത്തെത്തി സ്കൂബ ഡൈവേഴ്സ് ട്രക്ക് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുക എന്നതിനപ്പുറത്ത് പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ട്രക്കിന്റെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. ഏതായാലും നാളെ ലക്ഷ്യം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നാണ് കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞത്. We have some identification from our side as well as from seabird side, army people. They have given some locations. It is nothing but within 30 meter we will find out our result. As of now, what we are saying. And on that, tomorrow, landmass radar with drone. Okay, drone is reaching tomorrow by 9:38 Konkan railway station Karwar in Rajdhani Express, since we couldn't bring it through the craft because aviation problem is there. Now one machine is working with the 60 feet boom, and another also one more machine is coming within 1.5 hours. But now up to 11 o'clock or 10 o'clock we will work. If rain is heavy, then we will stop and we will start at morning. We will finish it tomorrow by itself, and we will make the arrangement. കരയിൽ നിന്ന് 20 മീറ്റർ അകലെയായി 15 മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കനത്ത മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നത് തെരച്ചിലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതിനാലാണ് തിരച്ചിൽ വൈകിട്ടോടെ നിർത്തിയത്. ഗംഗാവലി പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. നാളെ രാവിലെ 9:30 ഡ്രോണുകളടക്കം കൂടുതൽ സംവിധാനങ്ങളുമായി പുഴയിലെ തിരച്ചിൽ തുടരും. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നാളെ ദൗത്യം ഏറ്റെടുക്കും. ദീപക് മാലിയമ്മ ചേരുന്നു ഷിരൂരിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. ദീപക്, ഏറെ ശ്രമകരമായൊരു ദൗത്യം. നാളെ 10ാം ദിവസമാണ്. ഇത്രയധികം മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ വ്യക്തമായൊരു ലീഡ് ഇന്ന് കിട്ടിയിരിക്കുന്നു. നാളെ അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുകയും ചെയ്യും. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? വിനിത, ഇപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെയാണ് രക്ഷാദൗത്യം ഏകോപിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ രാവിലെ തന്നെ കൃത്യമായ ട്രക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇന്ന് തന്നെ അവിടെ ഒരു ബൂം എക്സ്കവേറ്റേഴ്സ് ഒന്നുകൂടി എത്തിച്ച് അതിന് റിവർ ബെഡ് ഒരുക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് താഴേക്ക്, അതായത് പുഴയുടെ വശത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നാളെ നേവിയുടെ സ്കൂബ ടീം ഉൾപ്പെടെ ആ മേഖലയിൽ ആഴത്തിലേക്ക് പോയിക്കൊണ്ട് പരിശോധന നടത്താനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുന്നുണ്ട്. പക്ഷേ ഗംഗാവലി നദിയുടെ ആ ഒരു അടിയൊഴുക്ക്, ഒപ്പം തന്നെ അതിന്റെ വിസിബിലിറ്റിയുടെ പ്രശ്നമൊക്കെ തന്നെ നേരത്തെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അത്തരം ശ്രമങ്ങൾ തുടരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ മേജർ M ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ കൃത്യമായി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിറ്റക്ഷന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. രാവിലെ 9:30 കാർവാറിലേക്ക് രാജധാനി എക്സ്പ്രസിൽ അതിന്റെ ബാറ്ററി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തുക
എത്തിക്കുക. തുടർന്ന് ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു പരിശോധനയിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് ആ വാഹനത്തിനകത്ത് ആളുണ്ടോ, ആ വാഹനം എങ്ങനെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നല്ല ഇമേജോടുകൂടി നമുക്ക് ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നുള്ളത്. കുറച്ചുകൂടി നമുക്ക് വിശദമായി പറഞ്ഞാൽ രക്ഷാദൗത്യം എപ്പോഴായിരിക്കും തുടരുക? സ്വാഭാവികമായും നേവിയുടെ സ്കൂബ ഡൈവേഴ്സിനാണ് നാളെ പ്രധാനമായും എന്തെങ്കിലും അവിടെ ചെയ്യാനാവുക. ഇത്രയധികം ആഴത്തിൽ ഇന്നും തെരച്ചിൽ നടത്തുന്നത്, ഇടയ്ക്കിടെ മഴ പെയ്യുന്നത്, ഈ അടിയൊഴുക്ക് ശക്തമായതൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പം നാളെയും അത്തരം വെല്ലുവിളികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെ കരുതലായിരിക്കും സ്വീകരിക്കുക അത്തരം പ്രതിസന്ധികളെ അതിജീവിക്കുക? നാളത്തെ ദിവസം നിർണായകമാണ്. കാരണം ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് എത്രയും വൈകാതെ പുറത്തെടുക്കുക എന്നതാണല്ലോ വെല്ലുവിളി. എന്തൊക്കെയായിരിക്കും അതിനുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ഇന്നിപ്പോൾ റിവർ ബെഡൊക്കെ ഒരുക്കുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, അതായത് ഇനി വരുന്ന 3 ദിവസം യെല്ലോ അലേർട്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അന്തരീക്ഷം പൊതുവെ കലുഷിതമാകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് വൈകുന്നേരമൊക്കെ ഉണ്ടായതുപോലെ കനത്ത മഴയും കാറ്റുമൊക്കെ ഉണ്ടായപ്പോഴാണ് ജലനിരപ്പ് ഉയരുകയും നദിയിൽ അത്തരത്തിൽ ഡൈവിങ്ങിന് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമൊക്കെ സംജാതമാവുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നാളെ അത്തരത്തിൽ അന്തരീക്ഷം മോശമാകാതിരുന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ സ്കൂബ ഡൈവേഴ്സിന് അടിത്തട്ടിലേക്ക് പോകാനും ആ മേഖലയിൽ ഒന്ന് റീച്ച് ചെയ്യാനും സാധിക്കുന്ന സാഹചര്യം ഒരുങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ യാണെങ്കിൽ ഈ ഡ്രോൺ സിസ്റ്റം ഉൾപ്പെടെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഒരു റിസൾട്ടിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്നലെയും ഇന്നും ഒക്കെ നമ്മൾ കണ്ടുള്ളതാണ്. ആർമിയുടെ സംഘമൊക്കെ രാവിലെ 7 മണി മുതൽ തന്നെ അവരുടെ സെർച്ച് ആരംഭിക്കുന്നത്. NDRF സംഘവും ഒപ്പം തന്നെ നേവി സംഘവും പൂർണ്ണ സമയം പുഴയിൽ തുടരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ആ കുത്തൊഴുക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബോട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി കൃത്യമായി ഒരിടത്ത് ഉറപ്പിച്ചു നിന്ന് അവിടെ നിന്നും പുഴയിലേക്ക് ജമ്പ് ചെയ്ത് ഡൈവ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങാത്ത പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഒരു മെറ്റൽ പാർട്ട് അത് ലോറി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ മേഖലയിലേക്ക് ഇനി പെട്ടെന്ന് റീച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ലക്ഷ്യം. അതിനുവേണ്ടി കൂടുതൽ എക്യുപ്മെന്റ്സ് എത്തിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ SOP പ്രകാരമുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തീകരിക്കുന്നത്. നാളെ അർജുനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആശുപത്രി സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കടുകിട പ്രശ്നങ്ങളില്ലാതെ തന്നെ ഇത് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അലംഭാവം പോലും അതിനെപ്പോലും പൂർണ്ണമായും മറച്ചു വെക്കുന്ന തരത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഇന്നലെയും ഇന്നുമായി നടക്കുന്നു. നാളെയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ലോറി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും നാളുകൾ 10 ദിവസമായിട്ട് മലയാളി ഒന്നടങ്കം കാത്തിരിക്കുന്ന ശുഭസൂചകമായ വാർത്തയിലേക്ക് അത് പര്യവസാനിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനൊതുങ്ങുന്ന തരത്തിലുള്ള അന്തരീക്ഷവും കൂടി സംജാതമാവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുമെന്നുള്ള അവസ്ഥയിലേക്ക് വരും. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ ഒരു രക്ഷാദൗത്യം പൂർണ്ണ തോതിൽ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. AK അഭിലാഷ് കൂടി ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ കരയിൽ നിന്നും 40 മീറ്ററോളം ഏകദേശം മാറിക്കിടക്കുന്ന ആഴങ്ങളിൽ കിടക്കുന്ന ഒരു ട്രക്കിനെ കണ്ടെത്തി അവിടെ എത്തുക എന്നുള്ളത് തന്നെ പ്രയാസകരമായ കാര്യമാണ്, പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലമാവുകയാണെങ്കിൽ തന്നെ. മാത്രമല്ല ഈ ട്രക്കിനെ പുറത്തെത്തിക്കുക എന്നുള്ളതും ഏറെ പ്രയാസകരമായ ഘട്ടമാണ്. അതിനാൽ ഈ ഡ്രോൺ പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ നാളെ എത്തുന്നതോടുകൂടി തന്നെ എത്ര സമയത്തിനകം തിരച്ചിൽ തുടരാനാകുമെന്നാണ് കരുതുന്നത്? രോഷ്നി, ദീപക് സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ ഇന്ന് പ്രതികൂലമായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തിയാകേണ്ടുന്ന ഒരു ദൗത്യമാണ് നാളേക്ക് നീങ്ങുന്നത്. പ്രധാനമായും ഈ പുഴയ്ക്കടിയിലേക്ക് അടിയൊഴുക്കുകൾ ശക്തമായി നിലനിൽക്കുന്നതോട് കൊണ്ട് തന്നെ സ്കൂബ ഡൈവേഴ്സിന് ഇവിടെ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ തന്നെയാണ് ഒരു പക്ഷേ ഈ ദൗത്യം നീളുന്നതും എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. ഏതായാലും ഈ എസ്റ്റിമേറ്റർ അടക്കം എത്തിച്ചതോടുകൂടി തന്നെ ഈ ദൗത്യത്തിന് വലിയ തരത്തിൽ ശക്തി പകരുന്നുണ്ട്. കാരണം ആഴത്തിലുള്ള പരിശോധന പോലും സാധ്യമാവുന്നു. നാളെ റിവർ ബെഡ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് ആ നിലയിലുള്ള ഒരു പരിശോധന കാര്യക്ഷമമാകും. അതോടൊപ്പം തന്നെ കൂടുതൽ ഉപകരണങ്ങൾ കൂടി എത്തിക്കുന്നതോടുകൂടി ഈ വസ്തുവിന്റെ, അതായത് ഈ ട്രക്കിന്റെ യഥാർത്ഥ സ്ഥാനം പ്രത്യേകം ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും ആഴത്തിലുള്ള പരിശോധന
പരിശോധന നടത്താനും അതോടൊപ്പം തന്നെ റിവർ ബെഡിൽ നിന്ന് ആ വസ്തുവിലേക്ക് എത്താനും ഈ എക്സ്കവേറ്റർ മുഖേന കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പുഴയിലെ ഏറ്റവും വലിയ അടിയൊഴുക്കുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മഴ പെയ്യുന്നു. ഇന്ന് ഓറഞ്ച് അലർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി അടക്കം ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു ഡൈവ് ചെയ്തുകൊണ്ടുള്ള ഒരു നിരീക്ഷണം സാധ്യമാകാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. അതല്ല മറിച്ചാണെങ്കിൽ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഉള്ള പരിശോധന ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ലൊക്കേഷനിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ദൗത്യം ഏറ്റെടുത്തല്ലോ. അദ്ദേഹം നേരത്തെ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. വലിയ ശക്തിയുള്ള ഡ്രോണുകൾ കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ ഒരു തീവ്രത എത്രത്തോളമാണ്? ഇനിയിപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന എത്രത്തോളം നിർണായകമാകും? ഈ ദൗത്യത്തിൽ എത്രത്തോളം സഹായകരമാകും? ഈ ദൗത്യത്തിൽ നിർണായകമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ലൊക്കേഷൻ മാത്രമല്ല, ഇതിന്റെ കിടപ്പടക്കം പരിശോധിക്കാനുള്ള ശേഷി അതിലുണ്ടെന്നാണ്. ഏതാണ്ട് 30 മീറ്ററോളം പുഴയ്ക്ക് അടിയിലേക്ക് ജലത്തിലടിയിലേക്ക് പരിശോധന നടത്താൻ ശേഷിയുള്ള ഡ്രോൺ സംവിധാനമാണ് കൊണ്ടുവരുന്നത്. അതിലൂടെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വസ്തു, അതായത് ഈ ട്രക്കിന്റെ ഇരിപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ അത്തരം വസ്തു ഏതാണ്, പ്രത്യേകിച്ച് 2 പോയിന്റ് ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ആ പോയിന്റിൽ ലോറി ഏതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നിരീക്ഷണം വ്യാപിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും ഗുണകരമാകുക ഈ സമയത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്. കാരണം വൈകുന്നേരത്തോടു കൂടി, അതായത് ഉച്ചയ്ക്ക് 3 മണിയോട് കൂടി തന്നെ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പായി തന്നെ ഈ നിരീക്ഷണം അതോടൊപ്പം തന്നെ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളുമാണ് വേണ്ടിവരിക. അതിന് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു സംവിധാനം തന്നെയായിരിക്കും ഈ ഡ്രോൺ സംവിധാനം. അത് രാവിലെ തന്നെ നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ എക്സാക്ട് ലൊക്കേഷൻ കാണുകയും അവിടേക്ക് സ്കൂബ ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ട്രക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. മറിച്ച് ഈ കാലാവസ്ഥ, നേരെ സൂചിപ്പിച്ച പോലെ കാലാവസ്ഥ മറ്റൊരു വിധത്തിലാണെങ്കിൽ പോലും അതിന് ഏതെങ്കിലും ഉപായം കണ്ടുകൊണ്ട് തന്നെ അവിടേക്ക് എത്താനുള്ള ശ്രമം തന്നെയായിരിക്കും നടക്കുക. പ്രത്യേകിച്ച് മറ്റു ഉപകരണങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. ഏതായാലും വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. അഭിലാഷ്, തുടരുക. റോഷ്നി, 9 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. നാളെ 10ാമത്തെ ദിവസമാണ്. ഒരു മനുഷ്യനെ മാത്രമല്ല, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കൂറ്റൻ ട്രക്ക് ഉൾപ്പെടെയാണ് അപ്രത്യക്ഷമായത്. ഒരുപക്ഷെ നമ്മൾക്കൊന്നും ഇനിയും ആ ഞെട്ടലിൽ നിന്നും മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യഘട്ടത്തിലുള്ള അലംഭാവം അതിനെ നമുക്ക് മറക്കാം. പക്ഷേ വലിയ വീഴ്ച തന്നെ ഉണ്ടായി എന്നതാണ്. ഈ തുടക്കത്തിൽ ഈ പുഴയിലെ തിരച്ചിലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ, കരയിൽ തിരച്ചിൽ അനിവാര്യമായിരുന്നു, പക്ഷേ പുഴയിൽ കൂടി തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഈ അത്യാധുനിക സംവിധാനങ്ങൾ, നാളെ കൊണ്ടുവരുന്ന സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും എത്തിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ഇപ്പോൾ ദില്ലിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ എത്തിക്കാവുന്ന സൗകര്യങ്ങളായിരുന്നു. അതൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ നദിയിലെ തിരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കാമായിരുന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ അർജുൻ്റെ ലോറി തന്നെയാണ് പുഴയിൽ ഉള്ളത് എന്ന് സ്ഥിരീകരിക്കാൻ ഇന്നെങ്കിലും കഴിഞ്ഞത്, 9ാമത്തെ ദിവസമെങ്കിലും കഴിഞ്ഞത് ആശ്വാസകരമാണ്. ഈ പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയെന്നത് റവന്യൂ മന്ത്രി ഒരു ട്വീറ്റിലൂടെയാണ് ആദ്യം സ്ഥിരീകരിക്കുന്നത്, കർണാടക റവന്യൂ മന്ത്രി. പിന്നെ അർജുന്റെ ലോറി തന്നെയാണെന്ന് ജില്ലാ പോലീസ് മേധാവി നാരായണയും സ്ഥിരീകരിക്കുകയായിരുന്നു. And even the central government also, state government, they have Honorable Chief Minister of Kerala wrote a letter to Honorable CM of Siddaramaiah to explore Siddaramaiah ji for exploring all the new technologies to find out the Since then, our Revenue Minister, Honorable Krishna Bairegowda ji and Disaster Management Secretary Rashmi Madam and my collector Sri Lakshmi Priya ji and myself, we are just 5 days old to this district. We reported 5 days back. With our great difficulty, with my officer's support, revenue officer's support, we gathered here and we have started a launching operation for rescue of the Arjun. When we searched entire CCTVs, we searched entire his locations and we confirmed that this lorry was not passed the 1 hour toll. It passed from Kalyan, so that it is confirmed. Then probably what happened, because of landslide,
when the lorry is next to the mountain, it is washed away in the thing and it is fell down in the river. That is our initial assessment. But there is one Ranjit from your Kerala, how to be a rescue man. He came with the equipment, okay, we allowed. And NIT people came and they also searched for it there, and deep metal search also searched there. Because of entire rocks are with the iron quantity, that is exactly matching about the images. But to clarify that, and today we tried with the Naval and Air Force to pinpoint that point with our operation. But because of river current is very, very high, we are not able to draw our divers into the sea only. Tomorrow we have another plans to change that course of the river's action, and our divers can go to that point. Very, very especially today, the deep radar technology fellows came from Delhi. And their equipment is coming early morning, the Shatabdi Express, and every station is there. Tomorrow all frequencies, media and police, everybody is out of that thing, and they will go to the pinpoint location and they will see the object, and it will help us to act as very precisely tomorrow. So I kindly request everybody to keep cool and calm. You people from since the one day you are all means cooperating us, and we are also doing our level best. So prayers must be with all the departed souls. And this is also first time it's a big landslide happened in Uttarakhand district admission. We are also very new, but with the constant support of government of Karnataka and cooperation from the Kerala government, a joint operation is happening. Inter-central agencies, OSD to CM office, Srimati Vaishnavi conducted an entire meeting with all the scientists of ISRO, Indian Institute of Science, Geological Survey of India, and we got the technology yesterday. And within 2 days we have worked, and we are able to find out with radar image that some iron object is laying down in the river. So that we got that entire images, and immediately we transferred into the naval base, and naval base radars also confirmed that some object of that which lorry is measured, that measure is there. With the reporter channel and all my Malayalam channels, I kindly request, see, there should not be any rumors. And number two, there is a lot of people came here and they spread the false news that the government is not doing anything, SP is not preventing media people, or DC is not doing. No, so that is not a problem. We are the public servants, we are doing our duty with our consciousness. To only motive to save the Arjun. No criticism, comments are not deter us our dedication to save the Arjun. Our entire government supporting us, they are giving all the support to us. See that we will, by tomorrow evening, we will clarify the entire things. Whatever the people coming here, why we are prevented means, since all 100 to 20 people coming there, and the briefing is halting the rescue work. That is the only reason, and we are there to address you from tomorrow onwards. Within 2 hours, our people will brief you, district administration will brief you. There will not be any confusion. The thing is, boss, if rains are not happening, these landslides are not happening, if sea means that the river is not rough, by the time we have to done it. But nature also support us. We pray the God. Why we are prevented is, I am telling once again to reporter channel, why you are prevented there means there is that day lot of landslide is happening, still happening. Heavy rains are there. I don't want to put your lives into risk. That is the only thing. Otherwise, we love Kerala. We love Kerala culture. Thank you very much. Okay. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ റൂമേഴ്സ് പരത്തരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ റൂമേഴ്സ് അല്ല, ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ നിന്നും ഡോക്ടർ അരുൺകുമാറും സംഘവും റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. വീഴ്ചകൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായ രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും രക്ഷാപ്രവർത്തനം ഊർജിതമായത്. അവിടെ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടക്കം മുതലുള്ളയാളാണ് AK അഭിലാഷ്. നമ്മളിപ്പോഴും സ്വാഭാവികമായി സംശയിച്ചു പോകുന്നത് കരയിൽ തിരച്ചിൽ ഒരു ഘട്ടത്തിൽ ഊർജിതമാക്കി. പക്ഷേ ഇപ്പോൾ ഈ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലക്ഷ്മണന്റെ ചായക്കടയുടെ താഴെ ഭാഗത്തായി ഏതാണ്ട്
കരയ്ക്കും മൺകൂനയ്ക്കും ഇടയിലുള്ള പുഴയ്ക്കടിയിലാണ്. ഇത്രത്തോളം ആഴത്തിൽ ആ ലോറി കിടക്കുന്നതായിരിക്കുമോ അന്ന് ഒരു പക്ഷേ ലൊക്കേറ്റ് ചെയ്യാൻ തടസ്സമായത്? അല്ലെങ്കിൽ ഇത്ര വലിയ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഇന്നിപ്പോൾ 9 ദിവസം ഇതാ കഴിഞ്ഞിരിക്കുകയാണ്, നാളെ 10ാമത്തെ ദിവസമാണ്. സ്വാഭാവികമായും ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും കൊണ്ടുവന്നുകൂടായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മനസ്സിൽ. എന്താണ് അഭിലാഷിന് ആ സമയത്ത് ഗ്രൗണ്ട് സീറോയിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇന്നൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ തികച്ചും ഏകോപനമുള്ള, വളരെ കാര്യക്ഷമമായ ഏകോപനമുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ പരിശോധിച്ചാൽ യാതൊരു ഏകോപനവുമില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്ന രീതിയിൽ, അതായത് ആ ഉത്തര കന്നഡ മേഖലയിൽ വ്യാപകമായ മഴക്കെടുതി ഉണ്ടായിരുന്നു. ആ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വാഭാവികമായുള്ള ഒരു പ്രവർത്തനം മാത്രമായിരുന്നു അന്ന് ജില്ലാ ഭരണകൂടത്തിന്റെയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെയും ഭാഗത്തൊക്കെ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു മണ്ണിടിച്ചിൽ എന്ന നിലയിൽ മാത്രമായിരുന്നു അന്ന് അവർ അതിനെ കാണുകയും അതോടൊപ്പം തന്നെ ദേശീയപാതയിലുള്ള ഒരു ഗതാഗത തടസ്സം എന്ന നിലയിൽ ആ ഭാഗത്തുള്ള മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു ആദ്യത്തെ 2 ദിവസമെങ്കിലും നടന്നത് എന്നുള്ളതാണ്. അതൊരു വലിയ തരത്തിലൊരു വീഴ്ച തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് വലിയ തരത്തിൽ മാധ്യമ ഇടപെടലൊക്കെ വന്നതോടുകൂടി മണ്ണ് നീക്കാനുള്ള പ്രയത്നങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും സംഭവിച്ചത് ഈ ഇടതുഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്ത് വലതുഭാഗത്തേക്ക് ഇടുന്ന ഒരു പ്രവർത്തനം നടന്നു. അതായത് ഇപ്പോൾ ലോറി ഉണ്ട്, അല്ലെങ്കിൽ ഈ റോഡിന്റെ താഴ്വാരത്തേക്ക്, പുഴയ്ക്കും റോഡിനും ഇടയിലുള്ള ആ വശത്തേക്ക് ആ മണ്ണ് തള്ളിവിടുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ ആ മേഖലയിലുള്ള മണ്ണ് നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ ഈ ലോറി ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുകയുമായിരുന്നു പ്രധാനമായും ചെയ്തത്. ഒരു എക്സ്കവേറ്റർ അവിടെ എത്തിച്ചതിന് ശേഷമാണ് ഈ പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നത്. അതായത് അന്ന് അത്തരത്തിൽ ആ മണ്ണ് അങ്ങോട്ട് നീക്കം ചെയ്തില്ലായിരുന്നെങ്കിൽ, അതായത് ഇത്തരത്തിലൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ അത്തരത്തിൽ ദുരന്തത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ള കാര്യശേഷിയോട് കൂടി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു സംഭവം നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു എന്നതാണ്. ഏതായാലും ആ സമയത്ത് പിന്നീടാണ് ഈ ആർമി അടക്കം വരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ഇപ്പോൾ ഈ പുഴയിൽ വ്യാപകമായ പരിശോധന നടത്തുകയും സോണാർ അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുകയൊക്കെ ചെയ്തത്. ഒരു ഘട്ടത്തിൽ നാവികസേനയുടെ പരിശോധന ഈ മേഖലയിലൊക്കെ നടന്നു എന്നുള്ളതും നമുക്ക് അറിയേണ്ടുന്ന കാര്യമാണ്. പക്ഷെ അന്നൊന്നും ഈ വാഹനത്തെ അതിനടിയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വാഹനവും അതോടൊപ്പം തന്നെ വലിയ ടവറും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴുള്ളത് പോലെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൽ പ്രധാനമായ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയാണ് അന്ന് ഇപ്പോൾ അത് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇത്രയും മണ്ണിൽ പുതഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ, പക്ഷേ സിഗ്നലുകൾ ദുർബലമായിരിക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെയുണ്ട്. പക്ഷെ ഇപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്തുള്ള ചളി റിവർ ബെഡൊക്കെ ഏതാണ്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തുള്ള ചളി ഇപ്പോൾ ഏതാണ്ട് ഒഴുകി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി ഇപ്പോൾ ഈ കണ്ടെത്തലിന് പിന്നിലുണ്ടാവാം എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് വളരെ ശാസ്ത്രീയമായുള്ള ഒരു സെർച്ചിങ് തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണേണ്ടതാണ്. ഏതായാലും വലിയ തരത്തിലുള്ള മാധ്യമ ശ്രദ്ധ ഉള്ളത് കൊണ്ട് തന്നെ മാത്രമാണ് ഈ ഒരു സംഭവം ഇത്രയും പ്രസക്തമാവുകയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയടക്കം ആർമി അടക്കം ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അതേ സമയത്ത് ഇതിനെ എല്ലാ ഘട്ടത്തിലും ആദ്യഘട്ടത്തിലൊക്കെ വലിയ തരത്തിൽ വിമർശനമാണ് പോലീസിന്റെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ ഭാഗത്തുണ്ടാവുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഭാഗത്ത് ഇത് സംബന്ധിച്ച് ഈഗോ വരുന്നത് നമ്മൾ പ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായി തന്നെ അർജുനൊപ്പവും അതോടൊപ്പം തന്നെ ഇവിടെ മണ്ണിനടിയിലാകപ്പെട്ട എല്ലാവർക്കും ഒപ്പവും നിലനിൽക്കുകയും അവർക്ക് വേണ്ടി പൊരുതുകയും പോരാടുകയും അത് തന്നെയാണ് അഭിലാഷ്, അത് നമ്മുടെ ദൗത്യവുമാണ്. അതുകൊണ്ടാണ് ഇടവേളകളില്ലാതെ നമ്മൾ അർജുന്റെ ഈ അർജുനായുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി നമ്മൾ നിൽക്കുകയും ചെയ്യുന്നത്. അഭിലാഷ്, നമുക്ക് രക്ഷാദൗത്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. നാളെ ഇപ്പോൾ ഓൾറെഡി ഒരു എക്സ്കവേറ്റർ അവിടെയുണ്ട്, അതുപയോഗിച്ച് മണ്ണ് മാറ്റുന്ന പ്രക്രിയയുണ്ട്. ഈ റിവർ ബെഡ് ഒരുക്കിക്കൊണ്ട് ഈ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിൽ ഈ റിവർ ബെഡൊക്കെ ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടാകുമല്ലേ? രാത്രി 11 മണി വരെയാണ് അവിടെ ഈ പ്രവർത്തികൾ, നാളേക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നാണ് നേരത്തെ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. ആ പ്രവർത്തികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടോ? എത്രത്തോളം ശ്രമകരമായിരിക്കും? നേരത്തെ റോഷ്നി ചോദിച്ചതുപോലെ ഇത്ര വലിയൊരു ട്രക്കാണ്, അത് ട്രക്ക് തന്നെയാണെങ്കിൽ ഭാരത് ബെൻസിന്റെ ട്രക്കാണെന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് SP ഉൾപ്പെടെയുള്ളവർ. അത് പുറത്തെടുക്കുക, ഈ കരയിലേക്ക് എത്തിക്കുക എന്നത് എത്രത്തോളം ശ്രമകരമായിരിക്കും? ഈ റിവർ ബെഡ് ഒരുക്കുന്ന പ്രക്രിയ അത് പൂർത്തിയായിട്ടുണ്ടോ? നാളെ രാവിലെ ഇത് തുടരാൻ തന്നെയാണോ സാധ്യത? തീർത്തും സങ്കീർണമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇത്. റിവർ ബെഡ് ഒരുക്കുകയും അതോടൊപ്പം തന്നെ ട്രക്കിനെ മുകളിൽ എത്തിക്കുകയും എന്നുള്ളത് വളരെ സങ്കീർണമായ പ്രവൃത്തി തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങൾ
നടക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് നേരത്തെ മഞ്ചേശ്വരം MLA പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയോടുകൂടി റിവർ ബെഡ് ഒരുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ പോരുന്ന സമയത്ത് ഹിറ്റാച്ചിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങളോ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞതു. അതുകൊണ്ട് തന്നെ റിവർ ബെഡ് ഇന്ന് രാത്രിയോടുകൂടി ഒരുക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ഒരുപക്ഷെ നാളെ പുലർച്ചയോടുകൂടി അത്തരത്തിൽ റിവർ ബെഡ് ഒരുക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് പോകുന്നത്. ഏതായാലും 7 മണിയോടുകൂടി തന്നെ നാളെ രക്ഷാദൗത്യം ആരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവിടെ ആർമിയുടെ ഭാഗത്തുനിന്നും ഒക്കെ അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ MLA ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. 7 മണിയോടുകൂടി തന്നെ ഈ എക്സ്കവേറ്റർ സംവിധാനം പുതിയത് എത്തിക്കുമെന്നുള്ള ചില കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴുള്ള എക്സ്കവേറ്റർ താഴത്തോട്ട് ഇറക്കി അവിടെ ഈ 40 മീറ്റർ അകലത്തേക്കുള്ള അവിടെ ഒരു തെരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഏതായാലും അതുതന്നെയായിരിക്കും ഇതിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സംവിധാനവും. അത് വെച്ചുള്ള ഒരു പരിശോധനയിലേക്ക് പോകുമ്പോൾ മറ്റൊന്ന് ഈ ഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ സ്കൂബ ഡൈവേഴ്സ്മാർക്ക് ഇവിടെ ഇറങ്ങിക്കൊണ്ടുള്ള മുങ്ങുന്ന രീതിയിൽ ഒരു നിരീക്ഷണം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാഹചര്യമില്ല. കാരണം പ്രത്യേകിച്ച് ഈ വലിയ തരത്തിൽ കുത്തൊഴുക്ക് ഈ മേഖലയിലുണ്ട്. ഇന്ന് പലതവണ അവർ അതിന് ശ്രമിച്ചെങ്കിലും മുകളിൽ നിന്നുള്ള അനുമതി നൽകിയതുമില്ല. അതോടൊപ്പം തന്നെ അവർക്ക് അതിനുള്ള ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. കാരണം ആ ഒഴുക്കിൽ ഒരിക്കലും മുങ്ങി തപ്പാനുള്ള സാഹചര്യം ഇല്ല, അത്രയും ഒഴുക്കുണ്ട്. പ്രത്യേകിച്ച് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, ഇപ്പോൾ ഈ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ താഴെ ഒരു 9 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ കണ്ടെത്തിയതായുള്ള ചില റിപ്പോർട്ടുകൾ ഏതായാലും വരുന്നുണ്ട്. അതായത് ലോറിക്കൊപ്പം ഇപ്പോൾ മരക്കഷ്ണങ്ങളില്ല, തടിക്കഷ്ണങ്ങളില്ല എന്ന് വേണം കരുതാൻ. അതായത് ലോറിയുമായി ബന്ധിപ്പിച്ചിരുന്ന ആ ബെൽറ്റും കയറും ഒക്കെ പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഇത്തരത്തിൽ മരക്കഷ്ണങ്ങൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത. അതാണ് അഭിലാഷ്, നമ്മൾ ആദ്യം മുതൽ ഉയർത്തിയത് സംശയമാണ്. ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്, ഈ ട്രക്കിൽ ഉണ്ടായിരുന്നത് വലിയ മരങ്ങളല്ല, മരക്കഷ്ണങ്ങൾ അടുക്കി വെച്ച് അത് ഒരു വടം ഉപയോഗിച്ച് കെട്ടി പിന്നീട് ഒരു ബെൽറ്റ് ഉപയോഗിച്ച് ബന്ധിച്ചുകൊണ്ടാണ് ഈ ലോറി ഉണ്ടായിരുന്നത്. നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അർജുന്റെ സുഹൃത്ത് ഉൾപ്പെടെ, അർജുന്റെ ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവർ അത് നേരത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഈ ലോറി ഉരഞ്ഞു നീങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ തെന്നി നീങ്ങുകയാണെങ്കിൽ ഈ വടം പൊട്ടി ഈ മരക്കഷ്ണങ്ങൾ ചിതറിപ്പോവില്ലേ എന്നൊരു സംശയമാണ് ആദ്യഘട്ടം മുതൽ. മാത്രമല്ല ഈ മരങ്ങൾ കെട്ടിയിരുന്ന ഒരു കയറെന്ന് നമുക്ക് സംശയിക്കാൻ തരത്തിലുള്ള ഒരു വസ്തുവും നമ്മൾ കരയിൽ ഇന്നിപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായി അഭിലാഷ് ഈ നിഗമനം ഏറെക്കുറെ ശരിയായിരിക്കണം അല്ലെ? എത്രത്തോളം ദൂരെയാണ് ഈ മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്? പോലീസ് അതിലൊരു സ്ഥിരീകരണം തരുന്നുണ്ടോ അതോ റിപ്പോർട്ടുകളായി വരുന്നതാണോ, സൂചനകളായി വരുന്നതാണോ? റിപ്പോർട്ടുകളായി തന്നെ വരുന്നതാണ്. കാരണം ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾ പറയുന്നതാണ് ഏതാണ്ട് 9 കിലോമീറ്റർ അകലെ ഇത് കണ്ടെത്തി എന്നുള്ളതാണ്. അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇത്തരത്തിലൊരു ഒഴുക്കിൽ സ്വാഭാവികമായി മരത്തടികൾ ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് അവിടെ 9 കിലോമീറ്റർ അകലെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നിന്ന് കാണാതായവരുടെ ബോഡി അടക്കം കണ്ടെത്തിയത് ഏതാണ്ട് 9 കിലോമീറ്ററും 7 കിലോമീറ്റർ. മാത്രമല്ല അഭിലാഷ്, ആദ്യ ദിവസം ഈ വെള്ളത്തിൽ വീണ ബുള്ളറ്റ് ടാങ്കർ 7 കിലോമീറ്റർ അപ്പുറത്തുള്ള സഗടഗിരിയിൽ വെച്ചാണ് HP കമ്പനി വീണ്ടെടുത്തത് അതിന്റെ ബുള്ളറ്റ് അല്ലേ? അതെ, തീർച്ചയായിട്ടും അത്രയും ഒഴുക്കുള്ളൊരു പുഴയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒഴുകിപ്പോകുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അത്രയും ദൂരം ഒഴുകിപ്പോയി അത് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അർജുന്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു എന്നിരുന്നതാണ്. അതായത് ഈ പുഴയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ ശബ്ദിച്ചത് എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ അർജുന്റെ മൊബൈൽ ഫോൺ ഈ പുഴയിലേക്ക് പോകുന്നതിന് മുമ്പ് കരയിൽ എവിടെയോ വീട് പോകാനുള്ള ഒരു സാധ്യതയാണ് വിലയിരുത്തപ്പെടേണ്ടത്. കാരണം അത്തരത്തിലാണെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ മൊബൈൽ ഫോണിലെ സിഗ്നലിലേക്ക് വരിക. കാരണം പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുകയില്ല. അതായത് കരയിൽ എവിടെയോ ഈ മൊബൈൽ ഫോൺ വീണു പോകാനുള്ള അല്ലെങ്കിൽ വീഴാനുള്ള സാധ്യത അവിടെയുണ്ട്. ആ മണ്ണ് നീങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം എന്നുള്ള ഒരു അനുമാനം കൂടിയാണ് വരുന്നത്. ഇവിടെ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിൻ അതേ സ്ഥിതിയിൽ വാഹനത്തിലുണ്ടായിരുന്ന പൂർവ്വസ്ഥിതിയിൽ തന്നെ ആയിരിക്കും അതിനകത്ത് ഉള്ളത് എന്നുള്ള സംശയം കൂടി വരുന്നുണ്ട്. ഇത് ചില സംശയങ്ങളിലേക്കൊക്കെ നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൊളാപ്സ് ചെയ്തു പോയോ എന്നുള്ള സംശയമൊക്കെ വിലയിരുത്തപ്പെടേണ്ടതാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നാളെ ഈ ലോറി കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും നമുക്കൊരു തീരുമാനത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ്. ശരി അഭിലാഷ്, അല്പസമയം വിശ്രമിക്കുക. കാരണം നാളെയും ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ മുതൽ ഈ വിവരങ്ങൾ നൽകുകയും വേണം. അഭിലാഷ് തുടക്കം മുതൽ റോഷ്നി ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ അവിടെയുള്ള എല്ലാ ഭാഗങ്ങളിലും അഭിലാഷ് സഞ്ചരിച്ചിരുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്ന വേളയിൽ അവിടെ നിന്ന് മറുഭാഗത്ത്, അതായത് ഈ മലവെള്ളപ്പാച്ചിലുണ്ടായി, മണ്ണിടിഞ്ഞ് മറുഭാഗത്ത് ചില വീടുകൾ തകർന്നിരുന്നു. അവിടെയുള്ള പലർക്കും പരിക്കൊക്കെ പറ്റിയിരുന്നു, ചിലർക്ക്
അവർക്ക് അവരുടെ ഗൃഹനാഥന്മാരെ നഷ്ടമായിരുന്നു. അവരുടെയൊക്കെ വീടുകളിൽ, സണ്ണി ഗൗഡയുടെ ഒക്കെ വീടുകളിൽ പോയി വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഒരു ആളാണ് അഭിലാഷ്. അപ്പോൾ തീർച്ചയായും അഭിലാഷിന് അവിടുത്തെ സാഹചര്യം കൃത്യമായി അറിയുകയും ചെയ്യാം. തുടക്കത്തിലുണ്ടായ അലംഭാവം അത് വലിയ ഒരു വീഴ്ചയായി എന്ന് തന്നെയാണ് അഭിലാഷ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് പക്ഷേ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലൊക്കേറ്റ് ചെയ്ത വാഹനം അത് ട്രക്ക് തന്നെയാണെന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കുന്നത്, അത് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതെ, അതിനുള്ള പുഴയിൽ നിന്ന് പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. അതെ, അത് ഏറെ ശ്രമകരമാണ്. പക്ഷേ രാവിലെ തന്നെ ആ ദൗത്യത്തിലേക്ക് ഊർജിതമായ പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഒരു കർമ്മ പദ്ധതി, ഒരു മിഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സൈന്യം. അതിൽ ഏറ്റവും പ്രധാനം ഈ കൂടുതൽ ശക്തിയുള്ള ഡ്രോൺ കൊണ്ടുവരിക എന്നത്. അതായത് എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടെത്തി അതിൽ നിന്നും ട്രക്ക് വീണ്ടെടുക്കാനുള്ള ഒരു സജ്ജമാവൽ ആണ്. മറ്റൊന്ന്, ഇത് ഇത്ര വലിയ ട്രക്കാണ്, അതിങ്ങനെ വലിച്ചു കൊണ്ടുപോവുക എന്നത് സാധ്യമല്ല. അപ്പോൾ ഒരു റിവർ ബെഡ് ഉണ്ടാക്കി അവിടേക്ക് ഈ ഭാരമുള്ള ഉപകരണങ്ങളൊക്കെ എത്തിച്ച് ഏതാണ്ട് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കണം. സ്കൂബ ഡൈവേഴ്സ് ഈ ട്രക്ക് പുഴയ്ക്ക് അടിയിലെത്തി കണ്ടെത്തിയാൽ തന്നെ ആ ട്രക്കിൽ ക്ലിപ്പുകൾ ഇട്ട് ഈ സംവിധാനങ്ങളിലേക്ക് ആ ട്രക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും ആദ്യം ചെയ്യുക എന്ന് വിദഗ്ധർ തന്നെ നേരത്തെ ഡോക്ടർ അരുൺകുമാറിനോട് വിവരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ സോണാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നേവിയുടെ പരിശോധന നിർണായകമാവുക. നാളെ അത് തുടരും. ഡൈവേഴ്സിന്റെ തിരച്ചിൽ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ അടിയൊഴുക്കായിരുന്നു ഇതിൽ ഏറ്റവും പ്രശ്നം സൃഷ്ടിച്ചത്. ദീപക് മലയമ്മ കൂടി ശരിയാണ്. ദീപക് ചില സമയത്തൊക്കെ ഇങ്ങനെ ശക്തമായ മഴ അവിടെ പെയ്യുന്നുണ്ടായിരുന്നു. ദീപകിന് പോലും അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഈ പുഴയിൽ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. നാവികസേനയുടെ ഡൈവേഴ്സ് ആയാലും നാവികസേനയുടെ മറ്റ് തിരച്ചിൽ നടത്തുന്ന ആളുകളായാലും ഒക്കെ ആ കനത്ത മഴയിലും പിന്മാറാതെ നേരം ഇരുട്ടും വരെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും. അതായത് ഈ ദൗത്യത്തിലുള്ള ആളുകളെ എല്ലാം വലിയ പ്രവർത്തനം തന്നെയാണ് അവരവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് അവർക്ക് സല്യൂട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് അത്രത്തോളം കലുഷിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഇടത്താണ്, അത്രത്തോളം അപകട ഭീതി നിലനിൽക്കുന്ന ഒരിടത്താണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടി വരുന്നത്. അതേസമയം തന്നെ ഈ കാലാവസ്ഥയുടെ അലേർട്ടൊക്കെ മാറുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഉറച്ച അലേർട്ടിലേക്കൊക്കെ പൊടുന്നതിനെയാണ് കാലാവസ്ഥ മാറുന്നത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ നദിയിൽ, വലിയ കുത്തൊഴുക്കുള്ള ഈ നദിയിൽ പൂർണ്ണ സമയം നിന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര കണ്ട ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ്. ഒപ്പം തന്നെ അവിടെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഇപ്പോഴും പ്രവചിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ മേഖലയിൽ നിന്നുകൊണ്ടാണ് ഈ കണ്ട ഹിറ്റാച്ചി പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ആർമിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് ഈ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയ ജീവനക്കാരെ എല്ലാം തന്നെ പ്രശംസിക്കേണ്ട. അതിനപ്പുറത്തേക്ക് നമ്മളെ സംബന്ധിച്ച് അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതിലെ ഏറ്റവും വലിയ ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുക. നാളെ ഇപ്പോൾ കൃത്യമായി രാവിലെ 7 മണി മുതൽ തന്നെ കൃത്യമായി ആർമിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ മേഖലയിൽ വിന്യസിക്കപ്പെടും. ഒപ്പം തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും നാളെ പൂർണ്ണമായും ആ ഒരു ഏരിയയുടെ അധികാരി എന്നുള്ള നിലയിലേക്ക് വരിക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരവും കൂടിയായിരിക്കും തുടർ പ്രവർത്തികളെല്ലാം തന്നെ നടക്കുക എന്നുള്ളത് നമുക്ക് പറയാനും സാധിക്കും. ഈ ബൂം എക്സ്കവേറ്റേഴ്സ് ആണ് നിലവിൽ അവിടെ നമ്മൾ വലിയ രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ 11 മണിക്ക് ആദ്യ ബൂം എക്സ്കവേറ്റർ ആ മേഖലയിലേക്ക് എത്തിച്ചു. ഇന്ന് രാത്രിയോടുകൂടി ഒരു എക്സ്കവേറ്റർ കൂടി ആ അർത്ഥത്തിൽ തന്നെ 60 ഫീറ്റ് ദൂരത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രത്യേക ബെർത്ത് ഉൾപ്പെടെ ആ മേഖലയിൽ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ബൂം എക്സ്കവേറ്റേഴ്സ് ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ ആ മേഖലയിലുള്ള മണ്ണിന്റെ നീക്കം കുറച്ചുകൂടി എളുപ്പത്തിലാവുകയും എളുപ്പത്തിൽ തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന ആ വാഹനത്തിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേവി സംഘം ഒപ്പം തന്നെ NDRF സംഘം ഒക്കെ തന്നെ ഗംഗാവലി നദിയിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഇന്നും നേവി സംഘത്തിലെ സ്കൂബ ഡൈവേഴ്സിന് അടിത്തട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം സംജാതമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞൊടിയിടയിൽ ഉണ്ടാകുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണം നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും അടിത്തട്ടിലേക്ക് വിസിബിലിറ്റി കുറയുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് നേവി സംഘത്തിലെ സ്കൂബ ടീമിന് താഴേക്ക് പോകാൻ കഴിയാതിരുന്നത്. നാളെ മറ്റന്നാൾ അതിന് തൊട്ടടുത്ത ദിവസം അങ്ങനെ വരുന്ന 3 ദിവസങ്ങൾ എന്ന് പറയുന്നത് യെല്ലോ അലേർട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ യെല്ലോ അലേർട്ട് പ്രകാരം ഒരു കഠിനമായ മഴയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യമോ ഉണ്ടാകില്ല എന്ന് നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ശാന്തമായ ഒരു അന്തരീക്ഷം ലഭിക്കുകയാണെങ്കിൽ
നദിയിലെ ജലനിരപ്പ് താഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ ഈ സ്കൂബ ഡൈവേഴ്സിന് ഈ അടിത്തട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി തെളിയും. അങ്ങനെയെങ്കിൽ ആ വാഹനത്തിന്റെ അടുത്തേക്ക് എത്താനും അതിന്റെ ക്യാബിനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തോ അർജുൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ഒരു പോരാളിയെ പോലെ അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയും. ഒപ്പം തന്നെ അദ്ദേഹത്തെ പുറത്തെത്തിക്കുന്നതിനുള്ള ദൗത്യം പൂർണ്ണതോതിൽ വിജയകരമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനടക്കമുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ അത്തരത്തിലുള്ള ആലോചനകൾ നടന്നിട്ടുണ്ട്. അതിന്റെ പരിശോധനകൾ ഒക്കെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ മേജർ ജനറൽ എം ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ആ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. രാവിലെ ഈ NDRFന്റെയും SDRFന്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും നേവിയുടെയും ആർമിയുടെയും ഒക്കെ സംഘത്തിന്റെ പ്രവർത്തനത്തിന് ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന കൂടി നാളെ നടക്കും. അത് ഏതാണ്ട് 11 മണിയോട് കൂടിയായിരിക്കും ആരംഭിക്കുക എന്നുള്ളതാണ്. ആ പരിശോധനയിൽ പൂർണ്ണമായും ഈ വാഹനം എവിടെയാണ് ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ദൃശ്യം ഉൾപ്പെടെ പകർത്താൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങുമെന്നുള്ളതാണ്. അതായത് രാവിലെ ഏതെങ്കിലും വിധത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല എങ്കിൽ പക്ഷേ ആ സിസ്റ്റം റൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആ ലോറി പുറത്തേക്ക് വീണ്ടെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും കാലാവസ്ഥ വലിയ രീതിയിൽ പ്രതികൂലമായില്ലെങ്കിൽ ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മുതൽ ചിത്രങ്ങൾ പകർത്താൻ സാധിക്കും. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യജീവൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെർമൽ ഇൻഡിക്കേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായാൻ സാധിക്കും. അതിനുള്ള നൂതന സംവിധാനങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ 10ാമത്തെ ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിനെ പുറത്തെത്തിക്കാനും ആ വാഹനം പുറത്തെത്തിക്കാനുമുള്ള പൂർണ്ണ തോതിലുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ആ തരത്തിൽ നാളെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ദൗത്യം പൂർണ്ണ തോതിൽ വിജയമായി തീരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ദീപക്, മറ്റൊരു കാര്യം കൂടി, നമ്മുടെയൊക്കെ ഏറ്റവും പ്രഥമ പരിഗണന എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നാളെ ഈ സംഘം തിരച്ചിലിൽ ആ ട്രക്കിന്റെ ക്യാബിനിൽ അർജുനെ കണ്ടെത്തുകയാണെങ്കിൽ എത്രയും വേഗം അർജുനെ പുറത്തുകൊണ്ട് എത്തിച്ച് ആ സമയത്ത് അടിയന്തരമായി സജ്ജീകരിക്കേണ്ട മെഡിക്കൽ സംവിധാനങ്ങൾ, മറ്റു സൗകര്യങ്ങളൊക്കെ നാളെ തയ്യാറായിരിക്കുമോ? തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ഒരു യോഗം ചേരുകയും ചീഫ് സെക്രട്ടറി അടക്കം ബന്ധപ്പെട്ടവർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ഏതൊക്കെ തരത്തിലായിരിക്കണം ഇത് ഏകോപിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ആശങ്കയില്ല. ആകെയുള്ള ആശങ്ക പറയുന്നത് കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം ആ തരത്തിൽ ഉണ്ടാകാതിരുന്നാൽ, അതായത് നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ പൂർണ്ണമായും പെട്ടെന്ന് തന്നെ വേഗത്തിൽ തന്നെ ഇടപെടൽ നടത്താൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഡ്രോൺ ബേസ്ഡ് സിസ്റ്റം എത്തുന്നതിന് മുൻപ് തന്നെ ഒരു പൂർണ്ണ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതുവഴി ആ വാഹനം പുറത്തേക്ക് എടുക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ മാത്രമാണ് ഏതാണ്ട് ഉച്ചവരെ സമയം നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക എന്നുള്ളത് കൂടി ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ താൽക്കാലികമായി ആ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ രാവിലെ തന്നെ അത് പുനരാരംഭിക്കുകയും. ശരി, ദീപക് മലയമ്മയും AK അഭിലാഷുമാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവർ. ഷിരൂരിൽ തന്നെ തുടരുകയാണ്. രാവിലെ 7 മണിയോടെ തന്നെ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് ഇരുവരും റിപ്പോർട്ട് ചെയ്യുന്നത്. റോഷ്നി, കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഇപ്പോൾ സൈന്യത്തിനുണ്ട്. സൈന്യം എത്തിയതോടെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രത്തോളം ഊർജിതമായത്. ഈ അർജുൻ്റെ കുടുംബമാണെങ്കിലും നമ്മൾ മീഡിയ ആണെങ്കിലും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യവും അത് തന്നെയായിരുന്നു. സൈന്യത്തെ എത്തിച്ച് കാര്യക്ഷമമായ രീതിയിൽ ഒരു തെരച്ചിൽ നടത്തുക. ആദ്യത്തെ ദിവസം ബൽഗാവിൽ നിന്ന് സൈന്യം എത്തിയെങ്കിലും അവരുടെ കയ്യിൽ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം തന്നെ ആധുനികമായ കൂടുതൽ ശേഷിയുള്ള റഡാർ സംവിധാനം എത്തിച്ച് ആദ്യഘട്ടത്തിൽ ഒരു ലൊക്കേഷൻ കണ്ടെത്തി. അത് ഈ മൺകൂന ഉള്ള, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തായിരുന്നു ആദ്യ 2 സിഗ്നലുകൾ കിട്ടിയത്. അവിടെ തിരച്ചിൽ നടത്തി അവിടെ ഈ വാഹനമില്ല എന്ന് കണ്ടെത്തി. അതേതോ പാറക്കഷ്ണങ്ങളോ ഇരുമ്പിൻ്റെ അംശമുള്ള മേഖലയായതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ തെളിഞ്ഞു വന്നത്. പിന്നീട് ഈ പുഴയോരത്തായിരുന്നു രണ്ടാമതൊരു സിഗ്നൽ ലഭിച്ചത്. അത് അന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അവിടെയും പക്ഷേ ഈ തിരച്ചിൽ നടത്തിയത് നിരാശയായിരുന്നു ഫലം. പിന്നീടാണ് ഈ എക്സ്കവേറ്ററൊക്കെ എത്തിച്ചുകൊണ്ട് അവിടുത്തെ MLA, കാർവാർ MLAയുടെ തന്നെ ഒരു മേൽനോട്ടത്തിൽ കൂടുതൽ കൃത്യമായ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിലേക്ക് കടക്കുന്നത്. അത് പക്ഷേ ശരിയായ ദിശയിലായിരുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ് ഇന്ന് കിട്ടിയത്. പിന്നെ നാവികസേന ദൗത്യം ഏറ്റെടുക്കുന്നു, പുഴയിൽ ആകമാനം തെരച്ചിൽ നടത്തുന്നു. ഇന്നിപ്പോൾ
ലഭിച്ച കൃത്യമായ ഇമേജസ്, നാവികസേന പുറത്തുവിട്ട ഇമേജസിൽ 2 സ്പോട്ടുകൾ കൃത്യമായി അടയാളപ്പെടുന്നുണ്ട്. അതിൽ നേരത്തെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് ഈ കരസേനയുടെ റഡാർ സംവിധാനം ഉപയോഗിച്ചും ഈ നാവികസേനയുടെ സോണാർ ഉപയോഗിച്ചും ഒരേ സ്ഥലത്ത് സിഗ്നൽ തെളി അത് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടത്തിയത്. അതാണ് സത്യത്തിൽ വിജയം കണ്ടതെന്ന് പറയാം, അല്ലേ? അതെ, 2 സ്പോട്ടുകളാണ് നാവികസേന നൽകിയത്. അതിൽ ഒരു സ്പോട്ടിൽ വളരെ കൃത്യമായി നേരത്തെ അരുൺകുമാർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു, ചില ദ്വാരങ്ങൾ പോലെയുള്ള ഭാഗങ്ങളൊക്കെ അതായത് കാണുന്നുണ്ടായിരുന്നു. അത് അതിൻ്റെ ഈ ട്രക്കിൻ്റെ ടയറുകൾ ആകാമെന്നാണ് ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ആയാലും ഡിഫൻസ് PRO ആയാലും പറഞ്ഞൊരു കാര്യം. ഈ ട്രക്ക് ചിലപ്പോൾ ചിരിഞ്ഞു കിടക്കുന്ന സാഹചര്യമായിരിക്കാം. അപ്പോൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ മരക്കഷ്ണങ്ങൾ ഏതാണ്ട് 9 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് ഈ മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ വടം പൊട്ടിയിട്ടുണ്ടാകണം. മണ്ണിടിയുന്ന ഒരു ഫോഴ്സിൽ അത് തെന്നി നീങ്ങുമ്പോൾ മരം പൊട്ടി മരങ്ങൾ തെറിച്ചു പോയിട്ടുണ്ടോ, വടം പൊട്ടി മരങ്ങൾ തെറിച്ചു പോയിട്ടുണ്ടാകണം. ഈ ട്രക്ക് നിരങ്ങി വെള്ളത്തിലും വീണു. അതിന് പിന്നാലെ പക്ഷേ 3 തവണ വീണ്ടും 2 തവണ കൂടി അങ്ങനെ 3 തവണ മണ്ണിടിച്ചിലുണ്ടായെന്നാണ് പറയുന്നത്. ഈ മണ്ണ് ആകമാനം പുഴയിലേക്ക് തള്ളി നീങ്ങി വന്നു. ട്രക്ക് അതിൽ കുടുങ്ങിപ്പോയി എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഏതായാലും ഭാരത് ബെൻസിന്റെ ട്രക്കാണെന്ന് SP തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നാളെ തന്നെ സ്കൂബ ഡൈവേഴ്സ് ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിറയെ അവശിഷ്ടങ്ങളും മണ്ണുകളും ഒക്കെ കൂടിച്ചേർന്ന് കിടക്കുന്ന ഒരു ആഴങ്ങളായിരിക്കും പുഴയുടെ. അപ്പോൾ അത് തന്നെ പ്രയാസകരമാണ്. കാരണം ഇത്തരം അവശിഷ്ടങ്ങൾക്കിടയിലൂടെ വേണം ഈ സ്കൂബ ഡൈവേഴ്സിന് അത് ട്രക്കാണോ എന്ന് സ്ഥിരീകരിക്കാൻ. ഈ സിഗ്നലുകളിലും കിട്ടുമ്പോൾ ഇതായിരുന്നു പ്രശ്നം. കാരണം കരയിലാണെങ്കിൽ പോലും റഡാർ സംവിധാനങ്ങളിൽ തെളിയുന്ന ഈ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റുകയാണ്, JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുക. അപ്പോൾ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ കിട്ടുന്നു. ഇരുമ്പിന്റെ അംശമുള്ള ധാതുക്കളൊക്കെയുള്ള മണ്ണ് തന്നെയാണ്. ഈ പാറക്കഷ്ണങ്ങളൊക്കെ ആയിരുന്നു ഒരുപക്ഷെ ഈ സിഗ്നൽ ആയി വന്നത്. അത് പക്ഷേ എല്ലാം പ്രതീക്ഷകളായിരുന്നു. എല്ലാം എവിടെയും തെരച്ചിൽ നടത്തുക എന്നത് തന്നെയാണ്. നമുക്ക് ഏത് അന്വേഷണവും നിർണായകമായൊരു ഘട്ടം തന്നെയായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ നാവികസേന തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും അന്ന് ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അന്ന് പെട്ടെന്നൊരു ലൊക്കേറ്റ് ചെയ്യൽ സാധ്യമായിരുന്നില്ല. ഇതിപ്പോൾ കരയിലില്ല എന്ന് ഉറപ്പിച്ച് ഇന്നലെ തന്നെ സൈന്യം കരയിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് പിന്നീട് പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് സോണാർ സംവിധാനം ഉപയോഗിച്ച് കുറച്ചുകൂടി കാര്യക്ഷമമായ അന്വേഷണം നടത്തുമ്പോഴാണ് ഏറെ നിർണായകമായ വിവരം ഇന്ന് ലീഡ് എന്ന് നമുക്ക് പറയാവുന്ന വിവരം കിട്ടുന്നത്. ഇനി ആ ട്രക്ക് വീണ്ടെടുക്കുക എന്നാണ് നിർണായകം. നമുക്കറിയാം ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലമാണ്, റെഡ് അലേർട്ട് ഉള്ള സ്ഥലമാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സ്ഥലമാണ്. ഈ അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം ഒരു പ്രശ്നം തന്നെയാണ്. ഇന്നിപ്പോൾ നിതിൻ ഗഡ്കരി ഈ റിപ്പോർട്ടുകൾ വന്നത് പിന്നാലെ നമ്മൾ റിപ്പോർട്ടർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതാണ് ഈ വിഷയം. നിതിൻ ഗഡ്കരി ദേശീയപാത അതോറിറ്റിയോട്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ ദേശീയപാത അതോറിറ്റിയോട് ഇതിൻ്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരുപക്ഷെ ആ ഇടപെടൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഇനിയൊരു അപകടം ഇത്തരത്തിൽ ഇത് കാരണം അവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്നൊരു സംഗതി കൂടിയുണ്ടല്ലോ. മാത്രമല്ല, ഇപ്പോൾ കുടുംബം തന്നെ അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടു. ഹൈക്കോടതിയുടെ ഇടപെടൽ നമ്മൾ കണ്ടു. അത് ഏറെ നിർണായകമായിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തെ ഊർജിതമാക്കി എന്ന് പറയാതിരിക്കാനാവില്ല. അതൊരു ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു രക്ഷാദൗത്യം നടക്കുമ്പോൾ അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ആ ഒരു ഇടപെടൽ ഏറെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ആദ്യഘട്ടത്തിലൊക്കെ വീഴ്ചകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇത് ഇത്രത്തോളം ഗുരുതരമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നീടൊരു ഘട്ടത്തിലാണ്. ഒരു സംവിധാനങ്ങളും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നീടൊരു ഘട്ടത്തിലാണ്. പക്ഷേ നിർണായകമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. നിതിൻ ഗഡ്കരിയുടെ കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അവിടെയുള്ള ഗ്രാമീണരുമായി ഡോക്ടർ അരുൺകുമാർ തന്നെ അവിടെ എത്തിയപ്പോൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ റോഡ് നിർമ്മാണം തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ ഇത്രയധികം ദുരിതം അനുഭവിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും മണ്ണിടിയാം, ഒരു പാറക്കഷ്ണം ഉരുണ്ടുവരുന്നത് കണ്ടാൽ പോലും ഞങ്ങൾക്ക് പേടിയാണ്. ഇത് മണ്ണിടിച്ചിൽ സാധ്യതയാണോ, മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള സംശയങ്ങളാണ്. അപ്പോൾ ഇതിലൊരു റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും ഇത്രയധികം ശ്രദ്ധ അവിടേക്ക് വന്ന സ്ഥിതിക്ക് അതിലൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത്ര വലിയ ദേശീയപാതയാണ്, നിരവധി വാഹനങ്ങൾ പോകുന്നതാണ്. അർജുൻ ഉൾപ്പെടെയുള്ള എത്ര നൂറുകണക്കിന് ഡ്രൈവർമാർ, നമ്മളോട് എത്ര ഡ്രൈവർമാരാണ് സംസാരിച്ചത്. അതിൽ അർജുനെ കണ്ടവരുണ്ട്, അർജുനെ അറിയുന്നവരുണ്ട്, അതല്ലാതെ അവിടെ സ്ഥിരമായി ആ റൂട്ടിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രമായാലും അതിൻ്റെ ഒരു സാങ്കേതികമായ കാര്യങ്ങളായാലും ഒക്കെ വിശദീകരിക്കുന്നത്. അവരൊക്കെയും പറഞ്ഞത് നമുക്ക് അതുവഴി ഭീതിയില്ലാതെ യാത്ര ചെയ്യണമെങ്കിൽ ഇതിലൊരു തീരുമാനം വരണമെന്നാണ്. അപ്പോൾ എന്തായാലും അത്തരം ഒരു ഇടപെടൽ കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും ഈ തിരച്ചിലേക്ക് വന്നാൽ
നേരത്തെ ദീപക് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നും സ്കൂബ ഡൈവേഴ്സ് അവർ വളരെ ശ്രമകരമായി അവിടെ തെരച്ചിൽ നടത്തുകയായിരുന്നു. പക്ഷേ മഴ അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. സന്ധ്യയായപ്പോഴും മഴ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ, കാറ്റും മഴയും. അതെ, പെട്ടെന്ന് തന്നെ മഴ പെയ്യുകയാണ്. അപ്പോൾ നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. സച്ചിൻ ദേവ് MLA ഒക്കെ പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്നു, പെട്ടെന്നൊരു രൗദ്രഭാവം വന്നതാണ് നമ്മൾ കാണുന്നത്. അന്നും ഇതുപോലെ കനത്ത മഴയുണ്ടായിരുന്നു. ഗംഗാവലിപ്പുഴ ഇങ്ങനെ രൗദ്രഭാവം പൂണ്ട് ഒഴുകുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ മരത്തടികൾ അതിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് കുത്തിയൊലിച്ചു പോകും. ആ ബുള്ളറ്റ് ടാങ്കർ കിട്ടിയത് 7 കിലോമീറ്റർ അകലെ, അതെ, സഗടഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് HP കമ്പനി ആ ബുള്ളറ്റ് ടാങ്കർ തിരിച്ചെടുക്കുന്നത്. അപ്പോൾ 9 കിലോമീറ്റർ അകലെ ഈ തടിക്കഷ്ണങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും നമുക്ക് അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം നാളെ രാവിലെ 7 മണിക്ക് തന്നെ ഊർജിതമായി തുടങ്ങും. റഡാർ സിഗ്നൽ കിട്ടിയ സ്ഥലം കേന്ദ്രീകരിച്ച് നാവികസേന നൽകിയ കൃത്യമായ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ആ ദൃശ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും. അപ്പം വലിയ ഡ്രോണുകൾ വരുന്നു എന്നുള്ളതാണ്. ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് വരുന്നത്. അതെ, അതിൻ്റെ ഒരു ഗുണം ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരം ഈ ഡ്രോണിന് പറക്കാൻ സാധിക്കും. ആഴങ്ങളിലുള്ള അതെ സിഗ്നലുകൾ ലഭ്യമാകും. അപ്പോൾ അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുമ്പോൾ സ്കൂബ ഡൈവേഴ്സിന് അവിടെ ചാടി ഇറങ്ങി കൃത്യമായി ഇതിൻ്റെ ഒരു ഘടന മനസ്സിലാക്കി, അതിൻ്റെ ഒരു കിടപ്പ് മനസ്സിലാക്കി ഈ കൊളുത്തുകളിട്ട് ഇതിനെ കരയിലേക്ക് കയറ്റുക എന്ന ദൗത്യം ശ്രമകരമാണ്. എങ്കിൽ പോലും അതിന് കൂടുതൽ സഹായകരമാകുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് എത്തുന്നു. ഒരു എക്സ്കവേറ്റർ കൂടി എത്തിക്കുമെന്നാണ് സതീഷ് സേൽ MLA പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഒന്ന് അവിടെ ഉണ്ട്, ഒന്നുകൂടി നാളെ എത്തിക്കുന്നതോടുകൂടി കൂടുതൽ എളുപ്പമാകും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഏതായാലും നേരത്തെ ഡിഫൻസ് PRO അതുൽ പിള്ളെ പറഞ്ഞത് ഡോക്ടർ അരുൺകുമാറിന്റെ സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന തന്നെയാണ് ഇതിലേറെ നിർണായകമായതെന്നാണ്. നാളെയും ഈ പരിശോധന തുടരും. ഡൈവേഴ്സിന്റെ തിരച്ചിലാണ് എല്ലാ പ്രതീക്ഷയും എന്നാണ് ഡിഫൻസ് PRO അതുൽ പിള്ള ഡോക്ടർ അരുൺകുമാറിനോട് പറഞ്ഞു. ആ പ്രതികരണം ഒന്ന് നമുക്ക് കാണാം. നമുക്കൊപ്പം ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ളൈ ചേരുന്നുണ്ട്. കമാൻഡർ അതുൽ പിള്ളൈ, വെരി ഗുഡ് ഈവനിങ്. എനിക്ക് അറിയാം അങ്ങേക്ക് മലയാളം അറിയാം എന്നുള്ളതുകൊണ്ട് ചോദ്യങ്ങൾ മലയാളത്തിലാക്കുകയാണ്. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന സോണാർ ഇമേജുകൾ എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാരണം അത് ലോറി തന്നെയാണ് എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുമോ? കാരണം കർണാടക ഗവൺമെൻറ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞാൻ ആർമിയിലെയും ഉദ്യോഗസ്ഥന്മാരെയും സംസാരിച്ചപ്പോൾ നമുക്കത് അങ്ങനെ ഉറപ്പിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. എന്താണ് ഡിഫൻസിൻ്റെ ഒരു ടേക്ക് എന്താണ്? നമ്മുടെ അടുത്ത് ബെസ്റ്റ് അവൈലബിൾ ഓപ്ഷൻ അകത്ത് ആ ഏരിയയിൽ ടെക്നോളജി ആയിരുന്നു. ആൻഡ് നേവിയുടെ ഇത് ലേറ്റസ്റ്റ് മോഡേണൈസ്ഡ് സൈഡ് സ്കാൻ സോണാർ. അവിടെ ആ ഒരു ഏരിയയിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കറന്റും അവിടുത്തെ വിസിബിലിറ്റി ഇല്ല ഒന്ന് ഡൈവറിനകത്ത് പോയി ഡൈവ് ചെയ്യാൻ. സോ നമ്മുടെ അടുത്ത് റിമൈനിങ് എന്തോ വെച്ചാൽ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ടെക്നോളജി സൈഡ് സ്കാൻ സോണാർ ടെക്നോളജി നേവി ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന അറ്റ്സിയിൽ യൂസ് ചെയ്യും. പിന്നെ ഇത് സോണാർ വെച്ചിട്ട് നമ്മൾ സീ ബെഡിനെ മാപ്പ്